ഹായ് ഓൾ, നമ്മളെല്ലാവരും ഏറ്റവും നല്ല ജോലി കിട്ടണം, ഏറ്റവും നല്ല പൊസിഷനിലെത്തണം, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ വെറുതെ ഇവിടെ നിന്ന് ആഗ്രഹിച്ചാൽ മതിയോ? പോരാ. അതിനുവേണ്ടി നമ്മൾ അത്രയും അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, സ്മാർട്ട് വർക്ക് ചെയ്യണം. സോ +2 കഴിഞ്ഞ് ഗ്രാജുവേഷൻ ആണ് നിങ്ങളുടെ ഓപ്ഷൻ എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോളേജാണ് നമ്മുടെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ കൊമേഴ്സ് കോളേജുകളിൽ ഏറ്റവും ബെസ്റ്റാണ് ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്. നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് ഈ കോളേജ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോളേജിൽ പഠിക്കണം എന്ന് പറയുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഈ കോളേജിൽ പഠിക്കണം, അത് നമുക്കറിയാനുള്ള ആഗ്രഹമുണ്ട് അല്ലേ? സോ നമ്മുടെ 1926 ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്, അല്ലെങ്കിൽ അന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നത് കൊമേഴ്ഷ്യൽ കോളേജ് എന്നായിരുന്നു, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിരുന്നത്. പിന്നെ അങ്ങോട്ട് നടന്നത് ചരിത്രമാണെന്ന് നമുക്ക് പറയാം. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള നേട്ടങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ഈ നാക് അക്രഡിറ്റേഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ UGC ആണ് ഗ്രാജുവേഷൻസും പോസ്റ്റ് ഗ്രാജുവേഷൻസൊക്കെ കൺട്രോൾ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. സോ അവരുടെ അണ്ടറിലുള്ള ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ടീമാണ് നാക് എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യും എന്നറിയോ? ഒരു കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടെ പഠിപ്പിക്കുന്ന രീതികൾ, അവിടുത്തെ ക്വാളിറ്റി ഇൻ ഓൾ സെൻസ്, ഇതൊക്കെ അവർ അസസ് ചെയ്തിട്ട് ആ കോളേജിന് ഒരു ഗ്രേഡ് അങ്ങ് കൊടുക്കും. നമുക്ക് 10ാം ക്ലാസ്സിലൊക്കെ A+, B+, B, C എന്നൊക്കെ പറഞ്ഞ് കിട്ടാറില്ലേ നമ്മുടെ പെർഫോമൻസിനനുസരിച്ച്? അതുപോലെ ഇന്ത്യയിലുള്ള കോളേജുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും നമുക്കിതുപോലെ ഒരു ഗ്രേഡ് കിട്ടും. അതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഗ്രേഡാണ് A++ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന് A++ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. വിച്ച് മീൻസ് നാക്കിൻ്റെ കാൽക്കുലേഷൻസ് പ്രകാരം, അവരുടെ വ്യൂ പ്രകാരം ഇന്ത്യയിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജാണ് ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്സ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആണ്, ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആയാലും എഡ്യൂക്കേഷണൽ വൈസ് ആയാലും. പിന്നെ നമുക്കൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം ഡൽഹി യൂണിവേഴ്സിറ്റി ആണ് ഇന്ത്യയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി. അതിൻ്റെ അണ്ടറിൽ വരുന്ന SRC കോളേജാണ് വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിലോ, ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് നമ്മുടെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിലാണ്. ഏകദേശം 80ഓളം ഫാക്കൽറ്റീസ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു ലെവൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂല്ലേ? ഇനി നാക് അക്രഡിറ്റേഷൻ പ്രകാരം മാത്രമല്ല, നമ്മുടെ NIRF റാങ്കിങ് 12 നമ്മുടെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന് എന്ന് പറയുന്നത്. എന്താണ് NIRF എന്ന് പറയുന്നത്? നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പ്രകാരം, അത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഒരു കമ്മീഷനാണ്. അവരുടെ കണക്ക് പ്രകാരവും വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജാണ് ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം തന്നെ എത്രത്തോളം ഈ കോളേജ് അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അവിടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സും കോഴ്സുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ഗ്രാജുവേഷൻ കോഴ്സാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. വിച്ച് മീൻസ് നിങ്ങൾ +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാനുള്ള 2 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് BA എക്കണോമിക്സ് ആണ്, 2 BCom ആണ്. ഇത് രണ്ടും ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിൻ്റെ കരിയറിൻ്റെ ബേസ് ആണെന്ന് നമുക്ക് പറയാം. ഏറ്റവും അടിപൊളിയായിട്ടുള്ള 2 ഗ്രാജുവേഷൻ കോഴ്സുകളാണ് എക്കണോമിക്സും നമ്മുടെ കൊമേഴ്സും എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അവിടെയുള്ള സബ്ജക്റ്റുകളായാലും കോർ സബ്ജക്റ്റ് ആയാലും കോംപ്ലിമെൻ്ററി സബ്ജക്റ്റുകളായാലും ഫാക്കൽറ്റീസ് ആയാലും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ 3 പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രികളാണ് ഇവിടെ കൊടുക്കുന്നുള്ളത്. ഏതൊക്കെയാണെന്നറിയോ? നമ്മുടെ MA എക്കണോമിക്സ്, MCom, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ്, അഥവാ നമ്മൾ PGDGBO എന്ന് പറയും. സോ ഇങ്ങനെയുള്ള 3 MCom ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തോന്നും ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കോളേജിൻ്റെ ഫീസ് എന്ന് പറയുന്നത് വളരെ അധികമായിരിക്കും എന്നുള്ളത്. ഒരിക്കലുമല്ല. ഏതൊരു സാധാരണക്കാരനും വലിയ തരക്കേടില്ലാത്ത രീതിയിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസുകൾ മാത്രമേ ഈ കോളേജിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ. സോ എപ്പോഴും ആർക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണ് ഈ കോളേജ് എന്ന് പറയുന്നത്.
ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ്, പൊളിറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജായിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സ് മാത്രമുള്ളത് എന്നുള്ളത്. ഇതിനേക്കാളും ചെറിയ കോളേജിൽ ഇതിലും ഡിപ്പാർട്ട്മെൻറ്റുകളില്ലേ എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ എങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അതിൽ ഓൾറെഡി ഞാൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ കോളേജ് എത്ര വലിയതാണ് എന്നുള്ളത്. ഇനി ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് ഹോസ്റ്റലായാലും മെഡിക്കൽ ഫെസിലിറ്റീസ് ആയാലും ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് ആയാലും അക്കാദമിക്സ് ആയാലും ഒക്കെ അടിപൊളിയാണ്. സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കാദമിക് സെക്ഷനിൽ നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ അവിടെ അവൈലബിൾ ആണ്. സ്പെഷ്യലായിട്ട് ഞാൻ പറയുകയാണ് നമ്മുടെ പ്ലേസ്മെൻറ്റ് സെൽ റൂം, സ്റ്റുഡൻറ്റ് യൂണിയൻ റൂം, അങ്ങനെ ഒരുപാട് നിങ്ങൾ കേൾക്കുക പോലും ചെയ്യാത്ത ഇൻറ്റേർണൽ ക്വാളിറ്റി അഷ്വറൻസ് സെൻറ്റർ, ദെൻ സെൻറ്റർ ഫോർ ഗ്രീൻ ഇനീഷ്യേറ്റീവ്സ്, ബിസിനസ് അനലിസ്റ്റ് എഡിറ്റ് ഓഫീസ്, അങ്ങനെ നിങ്ങളെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ ടീം വർക്ക് നടക്കുന്നുണ്ട്. സോ എഗെയിൻ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിലും വൺ ഓഫ് ദി ബെസ്റ്റ് ആണെന്നുള്ളത് ക്ലിയർ ആണ്. ഇനി പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് എപ്പോഴും അറിയേണ്ടത്. നമ്മൾ അവിടെ പഠിക്കുകയാണെങ്കിൽ മറ്റ് കോളേജുകളിൽ കിട്ടാത്ത എന്താണ് നമുക്കവിടെ കിട്ടാമെന്നറിയണം. ഓക്കെ, അക്കാദമിക്സ് വൈസ് നമ്മൾ കണ്ടു. ഇനി കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ റിക്രൂട്ടേഴ്സായിട്ട് വരുന്നത് ബിഗ് ഫോറിൽ തന്നെ 2 കമ്പനികളുണ്ട്. ബിഗ് ഫോർ എന്താണെന്ന് അറിയാലോ അല്ലേ? സോ ബിഗ് ഫോറിലുള്ള EY നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും, KPMG നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഏറ്റവും ബെസ്റ്റ് അക്കൗണ്ടിങ് ഫേമുകളായിട്ടുള്ള 4 എണ്ണത്തിൽ 2 എണ്ണം അവർക്ക് വേണ്ടുന്ന എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത് ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയുണ്ട് എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് പരിചയമുള്ള പല കമ്പനികളും ഇവിടെയുണ്ട്. ഗൂഗിൾ അറിയാത്ത കുഞ്ഞു പോലും ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയും അല്ലേ? ദെൻ ഡെൽ, ഇനി പറയുകയാണെങ്കിൽ നമ്മുടെ JP മോർഗൻ, ദെൻ നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് പേടിഎം, സൊമാറ്റോ, ലണ്ടനിൽ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ബാർക്ലേസ് ബാങ്ക് വരെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിൽ നിന്നുള്ള കൊമേഴ്സ് സ്റ്റുഡൻസിനെയാണ് അവരുടെ എംപ്ലോയീസ് ആയിട്ട് അങ്ങ് കൊണ്ടുപോകുന്നത്. സോ അത്രയും അടിപൊളിയായിട്ടുള്ള പ്ലേസ്മെൻ്റ് ആണ് നിങ്ങൾക്കിവിടെ ലഭിക്കുക. വിച്ച് മീൻസ് നിങ്ങളുടെ കോഴ്സ് കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കും ഇവരൊക്കെ വരും ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്കതിലൊരാളാവണം. നിങ്ങൾക്ക് ഇത്രയും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയ കമ്പനികളിൽ ഒരു എംപ്ലോയി ആവാൻ താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടാവണം. കാരണം ഒരു എംപ്ലോയിയിൽ നിന്നാണ് നമ്മൾ അങ്ങ് മുകളിലേക്ക് എത്തുന്നത്. സോ അതിന് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും കീഴടക്കാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നിങ്ങൾക്ക് ഈ കോളേജിനെ കാണാൻ സാധിക്കും എന്നെനിക്ക് പറയാൻ പറ്റും. ഇനി അലുമിനീസിൻ്റെ കേസ് എടുക്കാം. വിച്ച് മീൻസ് ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാർ ഏതൊക്കെ പൊസിഷനിലുണ്ട് നമുക്ക് നോക്കാം. ഒരുപാട് ആൾക്കാരുണ്ട്, അതൊന്നും എടുക്കുന്നില്ല. നിങ്ങൾ വളരെ കോമൺ ആയിട്ട് കേൾക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കുറച്ച് ആൾക്കാരെ മാത്രമേ ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളൂ. ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. നമ്മുടെ ഫോർമർ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി. ഒരു രാജ്യത്തിൻ്റെ, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ പദവിയിലെത്തുന്നതും മറ്റേത് പദവിയിലെത്തുന്നതും നമുക്ക് എന്ത് പറയാം, അവരുടെ കഴിവും അല്ലെങ്കിൽ അവരുടെ സ്കില്ലുകളൊക്കെയാണെന്ന് നമുക്ക് പറയാം. പക്ഷേ എന്നിരുന്നാലും ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ഒരാൾ ഇരിക്കണമെങ്കിൽ പൊളിറ്റിക്കൽ സപ്പോർട്ട് മാത്രം അവർക്ക് മതിയാവില്ല. ഈ പറയുന്ന ഫിനാൻസ് കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ടാവണം. സോ അങ്ങനെ നമ്മുടെ ഫോർമർ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റാണ് ഉണ്ടായിരുന്നത് നമുക്ക് പറയാം. ഇനി ഇവിടെ നോക്കുകയാണെങ്കിലോ, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു കാറ്റഗറി അല്ല അല്ലെങ്കിൽ ഒരു കമ്പനി അല്ല റിലയൻസ് എന്ന് പറയുന്നത്. സോ റിലയൻസിൻ്റെ റിലയൻസ് ക്യാപിറ്റലിൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്ന അമിതാഭ് ജുൻജ്വാല നമ്മുടെ SRC കോളേജിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇനി വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ TV നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇന്ത്യ TVയുടെ എഡിറ്റർ ഇൻ ചീഫ് ആരായിരുന്നു? രജത് ശർമ്മ SRC കോളേജിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എഗെയിൻ നമ്മൾ നോക്കുകയാണ്, നിങ്ങൾ യെസ് ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടാവും. യെസ് ബാങ്കിൻ്റെ ഫോർമർ MD ആൻഡ് CEO ആയിരുന്ന രാണ കപൂർ, അദ്ദേഹവും SRC കോളേജിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?
ഈ ഒരു കോളേജ് എന്ന് പറയുന്നത് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഔട്ട്പുട്ട്സ് ഉണ്ടാക്കുന്ന ഒരു കോളേജാണ്. ഫിലിം ഫീൽഡിലായാലും നമ്മുടെ യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷൻ ഫീൽഡിലായാലും ഇനി നമ്മുടെ സാഹിത്യപരമായിട്ടുള്ള സെക്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിലും ഇവിടുത്തെ അലുമിനീസിനെ നമുക്ക് ധാരാളം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. വിച്ച് മീൻസ് അക്കാദമിക്സ് എക്സലൻസ് മാത്രമല്ല, അത് കൂടാതെയുള്ള ഗ്രോത്തും നമുക്ക് ഈ ഒരു കോളേജിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ കൊമേഴ്സ് കഴിഞ്ഞ് ഗ്രാജുവേഷനാണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ ഒരു കോളേജ് നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉണ്ടാവേണ്ടതാണ്. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.